സോ ഇതാണ് 50,000 രൂപയ്ക്ക് ടെക്നോ എന്ന ബ്രാൻഡ് ഇറക്കിയ അവരുടെ മോസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലിപ്പ് ഫോൺ ടെക്നോ ഫാൻറ്റം ബി ഫോൾഡ്. നോർമലി ഫ്ലിപ്പ് ഫോൺസിൽ വരുന്ന ഡ്യുവൽ ഡിസ്പ്ലേ സെറ്റപ്പ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ പുറത്ത് ചെറിയൊരു കവർ ഡിസ്പ്ലേ, ഉള്ളിൽ വലിയൊരു ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ. എക്സാക്ട്ലി സെയിം സെറ്റപ്പ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സോ അകത്തുള്ളത് ഒരു ഫ്ലെക്സിബിൾ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ക്രീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫോൾഡബിൾ ഫോൺസ് ആണെങ്കിലും ഫ്ലിപ്പ് ഫോൺസ് ആണെങ്കിലും തീർച്ചയായിട്ടും ക്രീസ് കാണും. യെസ്, ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഫോണിന്റെ ക്രീസ് അത്രയും വിസിബിൾ അല്ല. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആമോലെഡ് ആയതുകൊണ്ട് കളേഴ്സ് ഒക്കെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. സോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ടെക്നോ എല്ലാ ആപ്ലിക്കേഷൻസിലും നല്ലോണം ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സോ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ആ ഒരു സ്മൂത്ത്നെസ് 120 ഹെർട്സിന്റെ സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ LTPO പാനൽ ആയതുകൊണ്ട് ഈ ഒരു ഡിസ്പ്ലേ 10 ഹെർട്സ് ടു 120 ഹെർട്സ് റിഫ്രഷ് ആവുന്നുണ്ട്. അങ്ങനെ ബാറ്ററിയും ലാഭിക്കാൻ പറ്റും. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അതായത് ഔട്ട്ഡോർ ഒക്കെ കൊണ്ടുപോകുമ്പോൾ വിസിബിലിറ്റി ഒക്കെ പക്കയാണ്, നോ ഇഷ്യൂസ്. അൺബോക്സിംഗ് കാണിക്കാൻ മറന്നുപോയി. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. നല്ല പ്രീമിയം അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ആണ്. വലിയൊരു പെട്ടിയിലാണ് വരുന്നത്. ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫ്ലിപ്പ് ഫോൺ ആണ്. ഇതിന്റെ അകത്തുള്ള ചെറിയ ചെറിയ പെട്ടികളുണ്ടല്ലോ, അതിലും ഒരു ലെതർ ടൈപ്പ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള കേസ് ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നോർമലി ഇത്തരത്തിലുള്ള കേസ് നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള കേസ് ആണ് തന്നിരിക്കുന്നത്. കേസ് ഇട്ട് കഴിഞ്ഞ് ഇതുപോലുള്ള ഒരു ലുക്ക് ആണ് കിട്ടുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആൻഡ് ഫൈനലി സ്റ്റിക്കേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. ഫസ്റ്റ് ടൈം ആണ് ഒരു ഫ്ലിപ്പ് ഫോണിന്റെ മേളിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു റൗണ്ട് കവർ ഡിസ്പ്ലേ കാണുന്നത്. ആക്ച്വലി ഒരു സ്മാർട്ട് വാച്ചിന്റെ ഡിസ്പ്ലേന്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയുണ്ട്. ആ സെയിം ലുക്ക് ആണ് കിട്ടുന്നത്. 1.32 ഇഞ്ച് സൈസ് ഉള്ള ഒരു 60 ഹെർട്സ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിന്റെ കവർ ഡിസ്പ്ലേ. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കണ്ടോ, അത് ആക്ച്വലി ക്യാമറ മോഡ്യൂൾ ആണ്. യെസ്, നോർമലി വരാറുള്ള ഫ്ലിപ്പ് ഫോൺസിന്റെ കവർ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിനപേക്ഷിച്ച് ഇതിന്റെ കവർ ഡിസ്പ്ലേയുടെ സൈസ് ലേശം ചെറുതാണ്. പക്ഷേ ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിൽ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. ഡെഡിക്കേറ്റഡ് ഹാപ്റ്റിക് മോട്ടോഴ്സ് ഉള്ളതുകൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോഴേക്ക് നല്ല പ്രീമിയം എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ നമുക്ക് ഇതിന്റെ കവർ സ്ക്രീനിൽ ഇത്തരത്തിലുള്ള ആനിമേറ്റഡ് ക്ലോക്ക് ഫേസ് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലുള്ള പൂ വിരിയുന്ന ആനിമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതും ഇതിന്റെ സെറ്റിംഗ്സിൽ അവൈലബിൾ ആണ്. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വെതർ ചെക്ക് ചെയ്യാം, കാലണ്ടർ, ക്യാമറ, ആക്ടിവിറ്റി ട്രാക്കിംഗ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേറെ വിഡ്ജറ്റ്സും ആഡ് ചെയ്യാം. താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വിക്ക് ടോഗിൾസ്, റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ മ്യൂസിക് കൺട്രോൾ, ഫൈനലി മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കുന്നത്. നമുക്ക് ഇതിന്റെ കവർ ഡിസ്പ്ലേയിൽ ഇതിന്റെ മെയിൻ ക്യാമറയുടെ ഫീഡ് ഉണ്ടല്ലോ, ആ ഒരു പ്രിവ്യൂ അതും കാണാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് ബെറ്റർ ക്വാളിറ്റി സെൽഫി ഫോട്ടോസും സെൽഫി വീഡിയോസും ഷൂട്ട് ചെയ്യാം. സോ ഇതൊരു ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഫോൺ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലും പോക്കറ്റിലും ബാഗിലൊക്കെ നല്ലോണം ഒതുങ്ങിയിരുന്നോളും, നോ ഇഷ്യൂസ്. ഫോണിന് ചുറ്റുമുള്ള ഫ്രെയിം ആൻഡ് ഹിഞ്ച് രണ്ടും മെറ്റലിൻ്റെതാണ്. കർവ്ഡ് ഫ്രെയിം ആയതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ കുത്തി കയറുന്നില്ല. ഓക്കെ, നല്ല കംഫർട്ട് ഉണ്ട്. ഗ്ലാസിന്റെ ബാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി പ്രീമിയം ഫീൽ കിട്ടിയേനെ. എന്നാൽ നോർമലി വരുന്ന പ്ലാസ്റ്റിക് ബാക്കിനേക്കാളും പ്രീമിയം ഫീൽ ഈ വീഗൻ ലെതർ ബാക്കിന് കിട്ടുന്നുണ്ട്. 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, മിസ്റ്റിക് ഡോൺ ആൻഡ് ഐക്കോണിക് ബ്ലാക്ക്. നമുക്ക് ഇതിന്റെ ഹിഞ്ചിന്റെ ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഈ ആംഗിൾ വരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നോ പ്രോബ്ലം. 2, 3, 4. സോ ഈ ആംഗിൾ വരെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മളിങ്ങനെ വിടുമ്പോഴും ആ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഫോൺ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ചെയ്താലും കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആവുന്നില്ല. ചെറിയൊരു കർവ് ഉണ്ട്. ഓക്കെ, ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കർവ് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു കർവേ ഉള്ളൂ. പിന്നെ ഈ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള തിക്നെസ് 6.9 mm ആണ്. സോ അത്യാവശ്യം സൂപ്പർ സ്ലിം ഫോം ഫാക്ടറിലാണ് വരുന്നത്. പിന്നെ നമ്മളൊരു ഫോൾഡബിൾ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തു. ഇതിന്റെ കവർ സ്ക്രീനിൽ നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറയുടെ പ്രിവ്യൂ കാണാൻ പറ്റും. ഫോൺ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ക്യാമറ കണ്ടില്ലേ, 2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. മേളിൽ പ്രിവ്യൂ, താഴെ കൺട്രോൾസ് ആണ്. മറ്റ് ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ യൂട്യൂബ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മേളിൽ വീഡിയോ, താഴെ കമന്റ്സ് വരുന്നുണ്ട്. ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ്. അതായത് സ്റ്റാൻഡ് ഒന്നും വേണ്ട, ഇങ്ങനെ മടക്കി ടേബിളിന്റെ മേളിൽ വെച്ചാൽ മതി. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വഴി നമുക്ക് ഈസിലി വീഡിയോ കോളിംഗ് ചെയ്യാം. അതേ രീതിയിൽ ഈ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ നമുക്ക് റീൽസും ഷോർട്സ് ഒക്കെ ഷൂട്ട് ചെയ്യാം ഇതിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച്. സ്റ്റാൻഡും ട്രൈപോഡ് ഒന്നും വേണ്ട. പിന്നെ ടെക്നോ ഈ ഫോണിൽ എല്ലാ GPT എന്ന പേരുള്ള ഒരു AI പവർഡ് ചാറ്റ് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, നൈസ് ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ നോർമൽ സിമ്പിൾ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളും ചെയ്യിപ്പിക്കാം. പ്ലീസ് റൈറ്റ് an application for leave in 50 words. Dear supervisor's name, I am writing to request a leave of absence from. Thank you for your understanding. Sincerely. കണ്ടില്ലേ, അതായത് ഒരു AI പവർഡ് ചാറ്റ് ബോട്ട് ആണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നൈസാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് വിത്ത് iOS വേർഷൻ 13.5. ടെക്നോ ഈ ഫോണിന് 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 64 മെഗാ പിക്സൽ പ്ലസ് 13 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫ്രണ്ട് ആണ്. കാരണം ഈ ഫോൺ ഫോൾഡ് ചെയ്താൽ പിന്നെ
ഫ്രണ്ടും ബാക്കും എനിവേ ഇതിൻ്റെ 64 മെഗാ പിക്സൽ ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസ് കാണാം. ക്യാമറ പെർഫോമൻസ് സർപ്രൈസിംഗ്ലി നല്ലതാണ്. അതായത് പൊതുവെ ടെക്നോ ഫോൺസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിനേക്കാളും മച്ച് ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. യെസ്, ഈ പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ക്യാമറയാണ് എന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷേ സ്കിൻ ടോൺ ആണെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിലും നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നാച്ചുറൽ ഫോട്ടോസ് ആണ് നോക്കുന്നെങ്കിൽ അതിവിടെ കിട്ടൂല. ഓക്കെ, അത്യാവശ്യം ബൂസ്റ്റഡ് കളേഴ്സ് ഉള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. അൾട്രാവൈഡ് പെർഫോമൻസ് ഡീസെന്റ് ആണ്. മെയിൻ ഫോട്ടോസിലുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കിട്ടൂല, പക്ഷേ കളേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡൾ ആയിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, കളേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസിന്റെ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ നല്ലതാണ്. ഓക്കെ, പക്ഷേ സെൽഫി ക്യാമറ ഫോട്ടോസിന്റെ എഡ്ജ് ഡിറ്റക്ഷനിൽ തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് അത് പാളി പോകുന്നുണ്ട്. വീഡിയോ പെർഫോമൻസ് ജസ്റ്റ് ഡീസെന്റ് ആണ്. ഓക്കെ, റിയർ ക്യാമറ വെച്ച് 4K 30 FPS എടുക്കാൻ പറ്റും. സെൽഫി ക്യാമറ വെച്ച് 2K 30 FPS ആണ് എടുക്കാൻ പറ്റുന്നത്. വീഡിയോ സാമ്പിൾസ് സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഫാൻറ്റം വി ഫോൾഡിന്റെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന 2K റെസൊല്യൂഷൻ വീഡിയോ ആണ്. സോ വീഡിയോ ക്വാളിറ്റി എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, സോ സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും വീഡിയോ പെർഫോമൻസ് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഫോണിന്റെ ഓവറോൾ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഓക്കെയാണ്. എൻ്റെ ഇതുവരെയുള്ള യൂസേജിൽ അങ്ങനെ കാര്യമായ ബഗ്സ്, ലാഗ്, സ്റ്റട്ടർ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. പക്ഷേ ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിൽ ഇതിനേക്കാളും കുറച്ചും കൂടി പവർഫുൾ ചിപ്സെറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 8050 ചിപ്സെറ്റ് ആണ് വരുന്നത്. അൺടു ടെസ്റ്റ് റൺ ചെയ്തപ്പോൾ 7 lakhിന്റെ സ്കോർ ആണ് കിട്ടിയത്. സോ നിങ്ങൾ പ്യുവർ പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ വേറെ ഫോൺസ് നോക്കേണ്ടി വരും. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഫ്ലിപ്പ് ഫോൺ ഇറക്കണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ കുറയ്ക്കേണ്ടി വരുമല്ലോ. ഇതിലും ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. BGMI 60 FPS ഒക്കെ അൺലോക്ഡ് ആണ്. പക്ഷെ അറിയാലോ, ഒരു ഫ്ലിപ്പ് ഫോൺ ഗെയിമിങ്ങിന് വേണ്ടിയല്ല വാങ്ങേണ്ടത്. അത് ഈ ഫ്ലിപ്പ് ഫോൺ എന്നല്ല, ഏത് ഫ്ലിപ്പ് ഫോൺ ആണെങ്കിലും സെയിം ആണ്. 4000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്പ് ഫോൺസ് അറിയാലോ, ഒരുപാട് ബാറ്ററി ബാക്കപ്പ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല. അതായത് ഈ പ്രൈസിൽ കിട്ടുന്ന നോർമൽ ഫോൺസ് ഉണ്ടല്ലോ, അതിന്റെ ബാറ്ററി ബാക്കപ്പ് ഒരിക്കലും ഫ്ലിപ്പ് ഫോൺസിൽ കിട്ടൂല. നിങ്ങൾ ഒരു ലൈറ്റ് യൂസർ ആണെങ്കിൽ 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടിയേക്കാം. പക്ഷെ നിങ്ങൾ മോഡറേറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഹെവി യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. 14 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 5G സ്പീഡ് ഒക്കെ നല്ലതാണ്, നോ പ്രോബ്ലം. സിംഗിൾ സിം സ്ലോട്ടിനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ 2 സിം കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റൂല. NFC-ക്കുള്ള സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാം. ഈ ഫോണിന്റെ 8GB 256GB വേരിയന്റിന്റെ ഇൻട്രോഡക്ടറി ഓഫർ പ്രൈസ് ആണ് 49,999 രൂപ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലിപ്പ് ഫോണിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ ഒരു ഫ്രാങ്ക് ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.